കൊട്ടാരക്കരയിൽ വ്യാപക തെരുവുനായ ആക്രമണം. 10 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു. കൊട്ടാരക്കര തൃക്കണ്ണമംഗൽ ഭാഗങ്ങളിലായിരുന്നു തെരുവുനായ ആക്രമണമുണ്ടായത്. കൊട്ടാരക്കര ചന്തമുക്ക്, തോട്ടമുക്ക്, KSRTC ബസ് സ്റ്റാൻഡ്, ആശുപത്രിയുടെ മുൻവശം എന്നിവിടങ്ങളിൽ നിന്നവരെയാണ് നായ കടിച്ചത്. താലൂക്ക് ആശുപത്രിയുടെ മുന്നിൽ വെച്ച് 2 പെൺകുട്ടികളെ കടിച്ചു പരിക്കേൽപ്പിച്ചു. 2 അഭിഭാഷകർക്കും KSRTC ബസ് ഡ്രൈവർക്കും തെരുവുനായയുടെ കടിയേറ്റു. KSRTC ബസ് സ്റ്റാൻഡിനകത്ത് വെച്ചാണ് ഡ്രൈവറെ തെരുവുനായ ആക്രമിച്ചത്. ഒരു 10-10 രൂപയാവും. ഏകദേശം ഒരു 10-40 ഇടയ്ക്കാണ് സംഭവം. നമ്മൾ മാമ്പഴത്തിൽ നിന്ന് കൊട്ടാരക്കര വന്നിട്ട് കൊട്ടാരക്കരയെ നേരെ തിരിച്ച് ആര്യങ്കാവിലേക്ക് പോകണം. ആര്യങ്കാവിൽ പോകുന്ന വഴിക്ക് അവിടെ ആ സമയത്ത് ആര്യങ്ക ബോർഡൊക്കെ വെച്ച് വണ്ടി സ്റ്റാൻഡിൽ പാർക്ക് ചെയ്യുന്ന സമയത്താണ് അവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഞാൻ പമ്പിൻ്റെ അങ്ങോട്ട് ഒരു പമ്പിൽ ഓപ്പറേറ്റർ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ആ സമയത്താണ് ഈ പട്ടി ബാക്കിൽ കൂടെ വന്നാണ് കടിക്കുന്നത്. കടിച്ചിട്ട് ഒരു കാരണവശാലും ഇത് വിടുന്നില്ല. അങ്ങനെ ഞാൻ കയ്യിൽ കുടയുള്ളതുകൊണ്ട് കുട കൊണ്ട് അടിച്ച് മാറ്റിയതിന് ശേഷമാണ് ഇത് വിട്ടുപോയത്. അപ്പോഴത്തേക്ക് ചെറിയൊരു കാല് സ്ക്രാച്ചായി. പിന്നെ എല്ലാവരും പറഞ്ഞ് വാക്സിനേറ്റ് ചെയ്യണം, നല്ലതാണെന്ന് പറഞ്ഞ് അങ്ങനെ ഇവിടെ വന്ന് ഹോസ്പിറ്റലിലെ ഫുൾ ട്രീറ്റ്മെൻറ്റ് എല്ലാം കിട്ടി. ഇനി ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഇവിടെ നിന്ന് പോകാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബാക്കി 4 എണ്ണത്തിനേക്കുള്ള 4 ഡോസിനേക്കുള്ള 4 ദിവസമായിട്ട് എഴുതി ഡോക്ടർ റെഡിയാക്കി തന്നിട്ടുണ്ട്. ഒരു നിമിഷം നേടാൻ തരായിരുന്നു. ഈ നായയുടെ ശല്യം ജീവിതത്തിൽ ആദ്യമായിട്ടുള്ള ആക്രമണമാണ്. തെരുവുനായയുടെ കടിയേറ്റവരെല്ലാം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി.